സ്തോത്രം സ്തോത്രം കർത്താവേ. കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പുത്രനും പരിശുദ്ധർവായിക്കും സ്തുതി. ദൈവമായ കർത്താവെ, ബലഹീനരായ ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കടന്നു വന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും ഈ ചെറിയൊരുത്തർക്ക് ചെയ്യുന്ന എനിക്ക് ചെയ്യുന്നതാകുന്നു. അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് കൽപ്പിച്ചറിയിച്ചതിനായ ദൈവമേ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗിക്കുവാൻ ബലഹീനരായ ഞങ്ങൾ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ശരണപ്പെടുന്നു. തമ്പുരാനെ, ഉദ്യമം നന്മയ്ക്കും അനുഗ്രഹത്തിനും പരിശുദ്ധ സഭയുടെ കൊമ്പിൻ്റെ വളർച്ചയ്ക്കും ദൈവനാമ മഹത്വത്തിനുമായി തീരണമേ. ഇതുമായി കഷ്ടപ്പെടുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് സമയവും ജീവിതത്തിൻ്റെ എല്ലാം ദശാംശങ്ങളായി മാറ്റിവെച്ച് അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ഭാരവാഹികളെയും ഇതുമായി പ്രവർത്തിക്കുന്നതിനും അത് അനുഗ്രഹിക്കണം. ഇത് കുടുംബങ്ങളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി തീരണമേ. ദൈവാദിനങ്ങളും ദൈവനാമങ്ങളും മഹത്വപ്പെടുവാൻ ഇതൊരു മുഖാന്തരമായി മാറണമേ. മറ്റുള്ളവരിലേക്ക് അങ്ങയെ അറിയിക്കുവാൻ തക്കവണ്ണം ഇതൊരു മുഖാന്തരമായി തീർന്നു. ഇത് കൂടുതൽ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വളരുവാനും അനേകർക്ക് ഇതുമൂലം പ്രയോജനം ലഭിക്കുവാനും സംഗതിയായി തീരണമേ. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയവനെ, പരിപാലിച്ചവനെ തുടർന്നും അങ്ങ് കൂടെ ഇരുന്ന് വഴി നടത്തണമേ. മാനവും മഹത്വവും അങ്ങയുടേതായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധർവായിക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കും. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും നാളും തന്നെ. നമ്മുടെ ഈ പുസ്തകശാല തന്നെയാണ് ഇതിന് പേര് പറയുന്നത്. ഇത് കൂടുതൽ അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എലിയാസിൻ്റെയും നമ്മുടെ ദേവലോസിനിയുടെ നാമത്തിലുള്ള സേവാസംഘത്തിൻ്റെയും ഉദ്യമം ഏറ്റവും അനുഗ്രഹപ്രദമായി മാറട്ടെ. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്കറിയാം, സേവകാ സംഘം ചെയ്യുന്ന സുത്യർഹമായ പ്രവർത്തനങ്ങൾ, ഇവിടെ വന്ന് അപേക്ഷ നൽകുന്ന എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ പ്രത്യേകിച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നു. നമ്മൾ സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 2 ഭവനങ്ങൾ പൂർത്തിയാക്കി താക്കോല് കൊടുക്കാനായിട്ട് സാധിച്ചു. ധാരാളം കാര്യങ്ങൾ നമ്മുടെ സേവക സംഘം ചെയ്യുന്നുണ്ട്. നിർധനരായ രോഗികൾ, അതുപോലെ പ്രത്യേകിച്ച് ഡയാലിസിസ് ചെയ്യുന്നവർക്കും ക്യാൻസർ പേഷ്യൻ്റുമായിട്ടുള്ള ആളുകൾക്ക് ഒക്കെ നമ്മൾ സഹകരണം ചെയ്യുന്നു. അതിൻ്റെയൊക്കെ പ്രയോജനത്തിനായിട്ട് ഇതിൻ്റെ വരുമാനം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏലിയാസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം ഏലിയാസ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പുസ്തകങ്ങളൊക്കെ പോയി മേടിച്ചതും പരുമല പോയി മേടിച്ചതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ വലിയൊരു കഷ്ടപ്പാട്, ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാം നല്ലൊരു കഷ്ടപ്പാടുണ്ട്. അത് എത്ര പറഞ്ഞാലും മതിയാകുന്നതല്ല. കേവലം ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ മതിയാവുന്നതല്ല. ഏത് പ്രസ്ഥാനവും വിജയിക്കണമെങ്കിൽ, ഏത് കാര്യങ്ങളും വിജയിക്കണമെങ്കിൽ കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടായാലേ നടക്കത്തുള്ളൂ. സേവാസംഘത്തിൻ്റെ ആളുകളെല്ലാവരും അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ആരുടെ നാമത്തിൽ നമ്മളിത് ഇപ്പോൾ ഇത് നടത്തുന്നു, നമ്മുടെ എല്ലാ അഭിമാനവും നമ്മുടെ ആത്മീയ ഗുരുവുമായ യശശരീരനായ തേവുലോസ് തിരുമേനിയുടെ മുന്നിൽ എൻ്റെ ശിരസിനെ നമിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സേവാസംഘത്തിൻ്റെ മെമ്പറായ സാലമയ്ക്ക് ഈ വിശുദ്ധ കുർബാനക്രമവും ഈ കുടുംബാരാധന പുസ്തകവും ഔദ്യോഗികമായി നൽകിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. അനുഗ്രഹിക്കുന്നു. അടുത്ത ഹാസായിനകൾ അനുഗ്രഹിക്കുന്നു. പണ്ഡിതനാം താതൻ വിശ്വാസധീരൻ മോർത്തേയോഫിലോ ചാഞ്ചല്യം തെല്ലിടയില്ല ജീവിതമാകവെ ചേലൂടെ നാഥനായി പീഡയതേറ്റു പ്രത്യാശയതാം പൊൻകിരണം ഞങ്ങൾക്കായി സമ്മാനം നൽകി. രാജരാജൻ ദൈവസുതാനാഥ തിരുനാൾ
കടപാപങ്ങൾ ദോഷങ്ങൾ ദൈവം പോക്കി വിശുദ്ധിയതും പരിമളമിയനും ജീവിതവും അനുഗ്രഹമായി നൽകിയിടണമേ. പണ്ഡിതനാം താതൻ വിശ്വാസധീരൻ മോർത്തേയോഫീലോ ചാഞ്ചല്യം തെല്ലിടയില്ല ജീവിതമാകവേ ചേലൂടെ നാഥനായി പീഡയതീർത്തു പ്രത്യാശയതാം പൊൻകിരണം ഞങ്ങൾക്കായി സമ്മാനം നൽകി. രാജരാജൻ ദൈവസുതാദാ തിരുനാൾ ഘോഷിക്കും ഈ ദിവസത്തിൽ അടിയാത്തൻ കടപാപങ്ങൾ ദോഷങ്ങൾ ഏവം പോക്കി വിശുദ്ധിയതും പരിമളമിയനും ജീവിതവും അനുഗ്രഹമായി നീ നൽകിയിടണമേ. നീലഗിരി മലനിരയുടെ താഴ്വാരത്തിൽ ഹരിതാഭമായൊരു പുണ്യഭൂമിയിൽ നീലഗിരി മലനിരയുടെ താഴ്വാരത്തിൽ ഹരിതാഭമായൊരു പുണ്യഭൂമിയിൽ സുന്ദര തീരമാം തടാകത്തിൽ നീലഗിരി മലനിരയുടെ താഴ്വാരത്തിൽ ഹരിതാഭമായൊരു പുണ്യഭൂമിയിൽ നീലഗിരി മലനിരയുടെ താഴ്വാരത്തിൽ ഹരിതാഭമായൊരു പുണ്യഭൂമിയിൽ സുന്ദര തീരമാം തടാകത്തിൽ പിതാവേ മാർത്തയോഫിലോസ്താതാ പ്രാർത്ഥിക്കണമേ അപേക്ഷിച്ചിടണമേ അജഗണങ്ങൾക്കായെന്നെന്നും. പിതാവേ മാർത്തയോഫിലോസ്താതാ പ്രാർത്ഥിക്കണമേ അപേക്ഷിച്ചിടണമേ അജഗണങ്ങൾക്കായെന്നെന്നും. പണ്ഡിതനാം താതൻ വിശ്വാസധീരൻ മോർത്തേയോഫീലോ ചാഞ്ചല്യം തെല്ലിടയില്ല ജീവിതമാകവേ ചേലൂടെ നാഥനായി പീഡയതീർത്തു പ്രത്യാശയതാം പൊൻകിരണം ഞങ്ങൾക്കായി സമ്മാനം നൽകി.